ഇന്ന് നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മളെല്ലാവരും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങും. ബോഡിക്ക് റെസ്റ്റ് കിട്ടാനും മൈൻഡിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകും. ഈ ഉറക്കുന്ന പ്രോസസ്സിലേക്ക് പോകുമ്പോൾ പോലും നിങ്ങൾക്കറിയാം, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമായിരിക്കും ഒരു റെസ്റ്റിലേക്ക് പോകുന്നത്. സ്റ്റിൽ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് പോസിറ്റീവിൽ നിലനിൽക്കാനും നിങ്ങളുടെ വൈബ്രേഷൻസ് മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനും ഏർലി മോർണിംഗ് തന്നെ നമുക്ക് മോട്ടിവേഷനായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ സെഷൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ സ്നേഹത്തോടെയുള്ള സപ്പോർട്ട് നൽകുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പിലൂടെ മനസ്സിലാക്കി തരാം. ഇത് സീരിയസ് ആയിട്ട് ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് വിശ്വാസത്തോട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര വേഗമാണോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്ര വേഗം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു ബോധ്യം ഉണ്ടാവണം. എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, ക്ലാരിറ്റി ഈസ് പവർ എന്നാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ആക്യുറൻസി ഉണ്ടെങ്കിൽ അതിന് അത്രയും മാത്രം പവർ ഉണ്ടാവും. അപ്പോൾ ആ പവർഫുൾ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. എന്താണ് എനിക്ക് വേണ്ടത്? ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഉറങ്ങുമ്പോൾ പോലും മാനിഫെസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നു. അതെങ്ങനെ നിങ്ങൾ നിശ്ചയിച്ചു? എന്താണ് വേണമെന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ നിശ്ചയിച്ചു. അതാണ് സ്റ്റെപ്പ് 1 നമ്മളോട് സൂചിപ്പിച്ചു. ഇനി സ്റ്റെപ്പ് 2ലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് എനിക്ക് വേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എത്ര പണം വേണമെന്ന് ഉറങ്ങാൻ പോകുന്ന മുന്നേ നിശ്ചയിക്കാം. ഇനി നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, സോ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള വെയിറ്റ് നിങ്ങൾ എത്രയാണ് ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ നിശ്ചയിക്കുക. സോ ഹിയർ സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്, നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും പുറത്തെടുക്കണം. സോ ഫീലിങ്സ് ഇമോഷൻസ് പുറത്തെടുക്കണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർക്ക് മേ ബി എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് അറിയില്ലായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ നമ്മൾ പണത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപയാണ് മാനിഫെസ്റ്റ് ചെയ്യണം. 50,000 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതും, ആ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം കിട്ടുന്നതും. എന്നിട്ട് 50,000 രൂപ നിങ്ങൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ചിലവാക്കുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അത് ദൃശ്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ട്, നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരണം. ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആനന്ദം, നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉന്മേഷം, നിങ്ങൾ ആഗ്രഹിച്ച സംഭവം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. സോ അത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നത്. സോ അപ്പോൾ റീപ്രോഗ്രാം ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. സോ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഗ്രീൻ ട്രൂത്ത് എന്ന ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു സിമ്പിളായിട്ടുള്ള 2 വേ പറയാം. ഒന്ന്, നമ്മൾ നോക്കേണ്ടത് അഫർമേഷൻസ് യൂസ് ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അഫർമേഷൻസ് യൂസ് ചെയ്യുക. ആ ഉറങ്ങുന്ന പ്രോസസ്സിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അഫർമേഷൻസ്. സോ രണ്ടാമത്തെ വേ എന്ന് പറയുമ്പോൾ സബ്ലിമിനൽ മ്യൂസിക്സ് യൂസ് ചെയ്യുക. ആദ്യത്തെ 2 സ്റ്റെപ്പും വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ട് വേണം ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരാനായിട്ട്. സോ സീരിയസ്ലി പറയുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് 95% കാര്യങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്നത് കേൾക്കുന്നതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. അപ്പോൾ ഇനി മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധത്തോടു കൂടി സബ് കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്യാൻ പോവുക നമ്മൾ. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ യൂസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെ
വളരെ വേഗം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യ, ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു.